രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകണമെങ്കിൽ അയ്യോ അമ്മേ അച്ഛാ എന്നൊക്കെ വിളിക്കണം. വീട്ടിലെപ്പോഴും നടുവേദന മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് കളിയാക്കും. 70 വയസ്സ് കഴിഞ്ഞോ 80 വയസ്സ് കഴിഞ്ഞോ, അപ്പോൾ സർജറി ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല, അതിന് മരുന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂർ മീറ്റിംഗ് വിളിച്ചപ്പോൾ തന്നെ ജോൺ ബ്രദറിന്റെ ദൂത് കിട്ടി. എൻ്റെ നടുവേദന കാലുവേദന എല്ലാം സൗഖ്യമായി. നടുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് അദ്ദേഹത്തിന് ഒരു സൗഖ്യം ഉണ്ടാകട്ടെ. ഈ ചേച്ചി ഇത് എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമിഷം മുതൽ ഈ വീടിനകത്ത് ദൈവശക്തി അനുഭവിക്കട്ടെ. അപ്പൊ ഹെർണിയക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയാ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, നിങ്ങൾ മിണ്ടാതെ കയ്യും കെട്ടി പോയിക്കോളാം. കൈകളെ അടിച്ച് എൻ്റെ ഹസ്ബൻഡ് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ വന്നത് അവിടെ ഇരിക്കുന്നുണ്ട് വിശ്വാസത്തോടെ. കാസർഗോഡ് നിന്ന് പ്രസന്ന എന്ന് പറഞ്ഞ സിസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. സിസ്റ്ററിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അനുഭവങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. കാസർഗോഡ് എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ് കുറ്റിക്കോൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കുറ്റിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് തോന്നുന്ന സാക്ഷ്യം പറയുന്നത് ഏകദേശം 5 വർഷമായിട്ട് കാലുവേദന ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. ഒന്ന് പറയാമോ, ഒന്ന് വിവരിച്ച് പറയാമോ? ഞാൻ എൻ്റെ മോനിപ്പോൾ 6 വയസ്സായി. എൻ്റെ മോൻ ഉണ്ടായതിന് ശേഷമാണ് എനിക്കെപ്പോഴും കാലുവേദന, കൈവേദന, മുട്ടുവേദന, നടുവേദന ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെപ്പോഴും നടുവേദന മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് കളിയാക്കും. 70 വയസ്സ് കഴിഞ്ഞോ 80 വയസ്സ് കഴിഞ്ഞോ, ഹോസ്പിറ്റലിൽ നിന്നും പോകണ്ട, എന്നെ കൊണ്ടുപോയില്ല നടുവേദന എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ വയ്യായിക കാരണമാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 4-5 മാസമായി. 5 വർഷമായി എനിക്ക് നടുവേദനയും കാലുവേദനയും തുടങ്ങിയിട്ട്. അതായത് പ്രസവിച്ചതിന് ശേഷമാണ് എനിക്ക് നടുവേദന കാലുവേദന വരുന്നത്. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകണമെങ്കിൽ അയ്യോ അമ്മേ അച്ഛാ എന്നൊക്കെ വിളിക്കണം അടുക്കളയിലേക്ക് പോകണമെങ്കിൽ. വിശ്വാസത്തിലേക്ക് വന്നത് ഡിസംബർ 4-നാണ്. വിശ്വാസത്തിലേക്ക് വന്നിട്ട് ജോൺ ബ്രദർ എനിക്ക് ദൂത് തന്നായിരുന്നു. അതെന്താണെന്നൊന്ന് പറയാം, ഓർമ്മയുണ്ടോ? ഡിസംബർ 4 കണ്ണൂർ പബ്ലിക് മീറ്റിംഗിലാണ് ജോൺ ബ്രദർ ദൂത് തന്നിരിക്കുന്നത്. അതിനു മുൻപ് ഈ നടുവേദനയും കാലുവേദനയൊക്കെ അസഹനീയമായിരുന്നു. അമ്മ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വല്ലതും പോയായിരുന്നോ? ഈ കാര്യം കുറേ ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് മാറ്റം ഉണ്ടായോ? എങ്ങനെയാ? കുറേ ഡോക്ടർമാർ പറയാ ടെൻഷൻ, കുഞ്ഞിൻ്റെ വയ്യായിക കാരണം ടെൻഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഡോക്ടർമാർ പറഞ്ഞു ഹെർണിയ ഉണ്ടെന്ന്. എനിക്ക് ഹെർണിയ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് നടുവേദന കാലുവേദന വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല, അതിന് മരുന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർജറി ചെയ്യാൻ പറ്റത്തില്ല, അതിന് മരുന്നും ഇല്ലെന്ന് പറഞ്ഞു. സർജറി ചെയ്യണമെങ്കിൽ അത് കൂടുതലാവാൻ പാകത്തിന് അതില്ല, മരുന്ന് വേണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഹെർണിയാണെന്ന് പറഞ്ഞ് 8 മാസത്തോളം മരുന്ന് കഴിച്ചു. ഈ ജോൺ ബ്രദറിന്റെ പബ്ലിക് മീറ്റിംഗിൽ വന്ന് എനിക്ക് ദൂത് കിട്ടിയതിന് ശേഷം ഈ വരുന്നതിന് മുമ്പ് ഉണ്ടായ കാര്യങ്ങളാണ് സിസ്റ്റർ പറയുന്നത്. ഏത് ഹോസ്പിറ്റലാണ് പോയതെന്ന് പറയാമോ? നമ്മുടെ കാസർഗോഡ് ഒരു മാറി 4-5 ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ട് എനിക്ക് അസുഖമൊന്നും കുറഞ്ഞില്ല. അസുഖം കുറഞ്ഞു കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, കണ്ണൂര് പബ്ലിക് മീറ്റിംഗിൽ വന്ന് ദൂത് കിട്ടിയതിന് ശേഷം. മീറ്റിംഗിന് വരാനൊരു കാരണം എന്തായിരുന്നു? എൻ്റെ മോൻ വയ്യായികയാണ്. എൻ്റെ മോനാണെങ്കിൽ 5-6 വയസ്സുണ്ട്, പേര് ആര്യൻ എന്നാണ്. അപ്പോൾ 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫിസിയോതെറാപ്പി കൊടുക്കാൻ പോകുമ്പോൾ സുലോചന ചേച്ചിയെ ഞാൻ കണ്ട് പരിചയപ്പെട്ടു. കാസർഗോഡ് ചർച്ചിലെ സുലോചന ചേച്ചിയെ ഞാൻ കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ എന്നെ അങ്ങ് ചൂണ്ടി വിളിച്ചു. ആദ്യം ഞാൻ പോയില്ല, രണ്ടാമതും വിളിച്ചു, രണ്ടാമതും ഞാൻ പോയില്ല, മൂന്നാമത് വിളിച്ചപ്പോൾ എനിക്ക് വെറുതെ ഒന്ന് പോവാൻ തോന്നി. അങ്ങനെ പോയി സുവിശേഷം അറിയിച്ചു. ഞാൻ വിശ്വാസം നോക്കാം എന്ന് കരുതി വെറുതെ ഒന്ന് വന്നു. ഈ കണ്ണൂർ മീറ്റിംഗിൽ വെറുതെ വന്നതാണോ? അല്ല, വെറുതെ ഒന്ന് ചേച്ചിയുടെ അടുത്തേക്ക് വന്നു. അതേ ആഴ്ച തന്നെ കണ്ണൂർ മീറ്റിംഗ് വിളിച്ചു. ആ കണ്ണൂർ മീറ്റിംഗ് വിളിച്ചപ്പോൾ തന്നെ ജോൺ ബ്രദറിന്റെ ദൂത് കിട്ടി. എൻ്റെ നടുവേദന കാലുവേദന എല്ലാം സൗഖ്യമായി. അന്ന് ജോൺ ബ്രദർ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മകന് വേണ്ടിയാണ് വാസ്തവത്തില് കണ്ണൂർ മീറ്റിംഗിൽ വന്നത്. പക്ഷേ സിസ്റ്ററിന് ഏകദേശം 5-6 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയും കാലുവേദനയും ഈ പ്രയാസങ്ങളൊക്കെ അന്ന് പ്രാർത്ഥനയുടെ നടുവിൽ സൗഖ്യമായി. ഞാൻ 1-2 കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒന്ന്, ഞാൻ ഈ ചേച്ചിയുടെ കഴുത്തിനും ഷോൾഡറിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ചേച്ചിയുടെ കാര്യമാണ്, ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്.
കുഞ്ഞിൻ്റെ കാര്യമല്ല, ചേച്ചിയുടെ കാര്യം. 2, ഇദ്ദേഹത്തിൻ്റെ നടുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് അദ്ദേഹത്തിന് ഒരു സൗഖ്യം ഉണ്ടാകട്ടെ. ഈ ചേച്ചി ഇത് എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പറഞ്ഞ് മനസ്സിലാവുന്നു? ഇദ്ദേഹം കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഒരു കൈക്കുള്ളൊരു മരവിപ്പ് മാറാൻ വേണ്ടിയും 2 നടുവിനെ ഒരു സൈഡ് മുഴുവൻ മരച്ചിരിക്കുന്നത് മാറാൻ വേണ്ടിയും ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുക. ചേച്ചിക്ക് അങ്ങനെ ഉണ്ട്, അത് ഇന്ന് സൗഖ്യമാവും. ഒരു കാര്യം കൂടെ നമ്മൾ പ്രാർത്ഥിക്കും, അദ്ദേഹത്തിന്റെ വയറ്റിലുള്ള പ്രശ്നം ഇന്ന് കർത്താവ് സൗഖ്യമാക്കട്ടെ. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നമ്മളത് കരം ഉയർത്തിക്കുകയും ഞാൻ ഈ കുടുംബത്തിനടുത്ത് പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നപ്പാ, ഈ ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. ഈ നിമിഷം മുതൽ ഈ വീടിനകത്ത് ദൈവശക്തി അനുഭവിക്കട്ടെ അപ്പാ. ഈ നിമിഷം മുതൽ ഈ വീട്ടിനകത്ത് ദൈവശക്തി അനുഭവിക്കട്ടെ അപ്പാ. അന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്തെങ്കിലും അനുഭവിക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? വ്യത്യസ്തമായ കാര്യം ഉണ്ടായിരുന്നു. താഴെ തൊട്ട് മേഖലയിൽ വരെ നല്ലൊരു തരിപ്പ് അനുഭവപ്പെട്ടായിരുന്നു എനിക്ക്. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നല്ലൊരു തരിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അത്. അന്ന് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം എനിക്ക് സൗഖ്യമായിരുന്നു. അത് ആ തരിപ്പുണ്ടായത് എന്താണ്, അതിന്റെ വാസ്തവം അറിയില്ല. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ ഇപ്പൊ അറിയാം. പക്ഷെ അന്ന് തുടക്ക സമയമായതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നാളുകളായിട്ടുള്ള ആ പ്രയാസങ്ങളൊക്കെ മാറി. എനിക്ക് തോന്നുന്നു ഇതിന്റെ ആരംഭ സമയത്ത് പറഞ്ഞൊരു വാക്ക് ഹസ്ബൻഡ് കളിയാക്കുമായിരുന്നു പറയുന്നു. ഹസ്ബൻഡ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഉണ്ട്. പക്ഷെ അത് സ്വാഭാവികമാണ്. കാരണം ഈ ഒരു പ്രായത്തില് ഇങ്ങനെ നടുവേദന, കാലുവേദന ഉണ്ടാകുമ്പോൾ അതിന്റെ സീരിയസ് ഒരു വിഷയം മനസ്സിലാക്കിയില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം മനഃപൂർവ്വമായിട്ട് പറയുന്നൊരു കാര്യമല്ല, സ്വാഭാവികമായിട്ട് കളിയാക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഇന്ന് പരിപൂർണമായി അതിൽ നിന്നൊരു വിടുതലുണ്ടായോ? പിന്നെ വേറൊരു കാര്യം, ഹെർണിയാണെന്ന് പറഞ്ഞ് 4-5 ഡോക്ടർമാരെ ഞങ്ങൾ ഹസ്ബൻഡ് മാറി കാണിച്ചു. ഇപ്പോ 2 ആഴ്ച മുന്നേ ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചു. 4ാമത് വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറയാ, തലേദിവസം ഞാൻ നല്ലോണം പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇപ്രാവശ്യം പോയി സ്കാൻ ചെയ്തു, ഹെർണിയക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയാ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, നിങ്ങൾ മിണ്ടാതെ കയ്യും കെട്ടി പോയിക്കോളാം. കൈകളെ അടിച്ച് എല്ലാ കൈകളും ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇപ്പോൾ ആ പ്രയാസം ഇല്ലെന്നാണ് സിസ്റ്റർ പറയുന്നത്? അതില്ല. അത് മാത്രമല്ല, ഡോക്ടർ പറയുക, നമ്മൾ ഡോക്ടറെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ഞാൻ ഈ ഹെർണിയക്ക്. എന്നിട്ട് ഡോക്ടർ സിനിമാ കഥ പറയുന്ന പോലെ വെറുതെ കഥ പറഞ്ഞ് ഞങ്ങൾ വിടുക ചെയ്തത്. ഞാനാണെങ്കിൽ സർജറിക്ക് തയ്യാറായിട്ട് പോയ ആള്, സിസ്റ്റർ സർജറിക്ക് തയ്യാറായിട്ടാണ് ചെല്ലുന്നത്. അവിടെ പോയി സിനിമാ കഥ പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ കൂളാക്കി വിട്ടു. യാതൊരു കുഴപ്പമില്ല. അതിന് കാരണം എൻ്റെ ഈ വിശ്വാസമാണ്. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ അടുത്ത് കൂടുതൽ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. ഈ ദൈവത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ പുതിയ ഒരാളായതുകൊണ്ട് എനിക്ക് കൂടുതൽ എനിക്ക് തൊട്ട് മുന്നേ ഒരു ചേച്ചി സംസാരിച്ചില്ലേ, അതേപോലെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ പറയാൻ എനിക്ക് വാക്കുകളില്ല, അറിയില്ല. കാരണം യേശു കർത്താവിനെ അത്രത്തോളം ഇഷ്ടമാണ്, യേശു കർത്താവിനെ അത്രത്തോളം പ്രിയമാണ്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ വന്നത് അവിടെ ഇരിക്കുന്നുണ്ട് വിശ്വാസത്തോടെ. കാരണം സിസ്റ്ററിന്റെ ജീവിതത്തില് ചില വിടുതലുകളും അത്ഭുതങ്ങളും ഒക്കെ കർത്താവ് ചെയ്തപ്പോൾ വിശ്വാസത്തിന് അധീനമല്ലായിരുന്ന ഹസ്ബൻഡിന് പോലും വിശ്വാസം ഉണ്ടാകാനായി തുടങ്ങി. ഈ ദൈവം വലിയവനാണ്. ഇന്ന് പകൽ ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരു വാക്കിനകത്ത് വർണ്ണിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാസർഗോഡുള്ള ഈ സഹോദരിക്ക് പറയുവാനുള്ളത്, കർത്താവിലേക്ക് വന്ന സമയത്ത് അതിനു മുൻപ് ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. യാദൃച്ഛിക ഒരു സഹോദരി മുഖാന്തരം കർത്താവിനെ കേട്ടു. നാളുകൾക്ക് മുമ്പ് കണ്ണൂരിൽ നടന്ന പബ്ലിക് മീറ്റിംഗ് കടന്നു വന്നു. അന്ന് ആദ്യമായി കടന്നു വന്ന ഈ സഹോദരിയോട് ജോൺ ബോർ ദൂത് പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ സഹോദരിക്ക് അന്ന് പരിചയമില്ല, അനുഭവങ്ങളെക്കുറിച്ച് പരിചയമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. എന്നാൽ വീട്ടിൽ ചെന്ന സമയത്ത് നടുവേദന മാറിപ്പോയി, കാലുവേദന മാറിപ്പോയി. കർത്താവ് പരിപൂർണ്ണ സൗഖ്യം കൊടുത്തു.